എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തുള്ള കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ സമ്മാനം വീണ്ടും വരികയാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. ഇത് മാത്രമല്ല ഇപ്രാവശ്യം സഹായമായിട്ട് ലഭിക്കുന്നത് കാർഷിക ഉപകരണങ്ങൾ, നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയുള്ള നിരവധി ഉൽപ്പന്നങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തത്തിൽ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തേത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ വിതരണമാണ്. 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ് പുതുവത്സരത്തിലാണ് വിതരണം ആരംഭിക്കുന്നത്. അതായത് 2026 ജനുവരി മാസത്തിലായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുന്നത്. നിലവിലെ 21 ഗഡുക്കളുടെയും 42,000 രൂപ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഈ തുകയൊന്നും തിരിച്ചടയ്ക്കാത്ത സൗജന്യ സഹായമാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത്. ഇനി 22ാമത്തെ ഇൻസ്റ്റാൾമെന്റ്, അതായത് നമുക്ക് ലഭിച്ച തുക വീണ്ടും 2,000 രൂപ കൂടി വർദ്ധിപ്പിക്കണം. അതായത് നമുക്ക് 2,000 രൂപ കൂടി ലഭിക്കുമ്പോൾ 44,000ത്തിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം എത്തിച്ചേരുന്നതാണ്. ഈ ഒരു കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിന് വേണ്ടി ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചാൽ മതിയായിരിക്കും. മുമ്പ് ഇത് പൂർത്തീകരിച്ചവർക്കാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നതല്ല. പക്ഷേ ഇടയ്ക്കൊക്കെ ഇലക്ട്രോണിക് KYCയുമായി ബന്ധപ്പെടുത്തിയുള്ള സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. കാരണം മറ്റൊന്നുമല്ല, ചില ഗുണഭോക്താക്കൾ വീണ്ടും KYC ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ്. ഇടയ്ക്കൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഈ KYC ഓൾറെഡി ഡൺ എന്നാണ് കാണിക്കുന്നത് എങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ആധാർ അധിഷ്ഠിതമായിട്ടുള്ള OTP സംവിധാനത്തിലൂടെ നമുക്കിത് പൂർത്തീകരിക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല നമുക്ക് സഹായം ലഭിക്കുക. ഇപ്പോൾ 2,000 രൂപ ലഭിക്കുന്ന കർഷകരുണ്ട്, 6,000 രൂപ വർഷത്തിൽ ലഭിക്കുന്ന കർഷകർ, ഇനി അതുകൂടാതെ തന്നെ പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങിയ കർഷകരുണ്ട്. ഇവർക്കെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 ഡിസംബർ മാസം 31-ാം തീയതി ഇതിനുള്ള പോർട്ടലുകൾ ഓപ്പൺ ചെയ്യുന്നതാണ്. അതായത് നമുക്ക് വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ കാർഷിക സംഘങ്ങളുടെ ഗ്രൂപ്പായിട്ട് നമുക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് വഴി അപേക്ഷ വയ്ക്കുമ്പോൾ, അതായത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഏതെങ്കിലുമൊക്കെ യന്ത്രങ്ങൾ വാങ്ങുന്നതിനാണ് എങ്കിൽ അതിന് സബ്സിഡി കൂടുതലാണ്. എന്നാൽ വ്യക്തിഗതമായിട്ട് അപേക്ഷ വയ്ക്കുമ്പോൾ 40% മുതൽ 50% വരെ സബ്സിഡി. അതായത് കർഷകർക്ക് ആവശ്യമുള്ള ഉപകരണം ഏതുമായിക്കോട്ടെ, അത് കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഏത് ഉപകരണങ്ങളും വാങ്ങാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉപകരണങ്ങൾ, അതായത് നമ്മൾ ഇലക്ട്രോണിക് മോട്ടറുകളാവാം, അല്ലെങ്കിൽ മറ്റ് പമ്പ് സെറ്റുകളാവാം, അല്ലെങ്കിൽ ഏണി, അല്ലെങ്കിൽ മറ്റ് മണ്ണിൽ പണിയെടുക്കുന്നതിനായിട്ട് ബന്ധപ്പെടുത്തിയുള്ള വിവിധ തരത്തിലുള്ള യന്ത്രങ്ങളാവാം. അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങൾക്കെല്ലാം തന്നെ സബ്സിഡി ഇടുകയാണ്. പ്രധാനമായിട്ടും പകുതി രൂപ നമുക്കിവിടെ ഗുണഭോക്താവ് മുടക്കിയാൽ മതി, ബാക്കി തുക കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ 31-ാം തീയതി ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് താല്പര്യമുള്ളവരെല്ലാം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം അർഹരായവർക്ക് പ്രധാനമായിട്ടും ഓട്ടോമാറ്റിക്കലായിട്ട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. എന്നാൽ ഈ യന്ത്രവൽക്കരണ പദ്ധതിയിലേക്ക് യന്ത്രങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. നിലവിൽ ഇത്തരം കാർഷിക ഉപകരണങ്ങൾ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്. അവിടെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഡോക്യുമെന്റുകൾ സമർപ്പിച്ച് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. സംസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. അതായത് കൃത്യമായിട്ട് തന്നെ അവിടെ അന്വേഷിച്ചാൽ മനസ്സിലാവുന്നതാണ്. അവിടെ നമ്മൾ നമ്മുടെ കരമടച്ച രസീത്, ആധാർ ബാങ്ക് ഡീറ്റെയിൽസ്, ഫോട്ടോ പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.